ഒരു മാസമാണ് കഴിഞ്ഞു പോയത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മൊത്തം എല്ലാവരും മാനസികമായിട്ടും ഒക്കെ ഒന്ന് നോർമലായി വരുന്ന സമയം. ആദ്യമായി ഇങ്ങനൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്ത പ്രസ് ക്ലബിനെ അതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. നേരത്തെ ആയിഷ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിചാരിക്കും സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും വലിയ പ്രയാസവും അല്ലെങ്കിൽ സ്ട്രെസ്സും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ കണ്ടത് അതിനേക്കാളും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉറക്കം ഇല്ലായ്മയും താമസിക്കാനും ഭക്ഷണം മര്യാദയ്ക്ക് സമയത്ത് കിട്ടാനൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. പലപ്പോഴും ഞങ്ങളിങ്ങനെ സ്ഥാനാർത്ഥികൾ കൂടുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ക്യാമറാമാൻ പിറകിലേക്ക് എന്താണെന്ന് നോക്കാതെ പിറകിലേക്ക് ഇങ്ങനെ പോകും. പല പ്രാവശ്യം എനിക്കത് കാണുമ്പോഴൊരു ടെൻഷനായിരുന്നു വാസ്തവം. അത് വലിയ ഡീപ്പായിട്ടുള്ള കുത്തനെയുള്ള ചെരിവുകളിലും അതേപോലെ തന്നെ അവിടെയൊക്കെ വളരെ, പക്ഷേ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും, ക്യാമറാമാൻമാരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. എനിക്ക് പേടിയായിരുന്നു വാസ്തവത്തിൽ അത് കാണുന്നു. എന്തായാലും ഈ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്നോട് നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചതാണ്. ആ ചോദിച്ച കാര്യത്തിൽ അതുപോലെ തന്നെ ഒരു വലിയ സാഹിത്യം പല വാഗ്ദാനങ്ങളും മാത്രമല്ല UDF കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാതെ അത് പാതി വഴി ഉപേക്ഷിച്ചു പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള ഒരു വലിയ എതിർപ്പും കൂടി നിലമ്പൂരിലെ ജനങ്ങൾ അവിടെ വിദ്യാർത്ഥികളിലൂടെ രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കി. UDF തുടങ്ങി വെച്ച കുറേ പ്രവർത്തനങ്ങൾ അതൊക്കെ പാതി വഴി ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മൃഗപ്രായമായി ഉപേക്ഷിച്ചു എന്ന് സമ്മതിക്കുന്നെങ്കിലും മൃഗപ്രായമായ അവസ്ഥയൊക്കെ വരുന്നത്. അതൊക്കെ ഒന്ന് തട്ടിയടിപ്പിച്ച് അത് പൂർത്തീകരിക്കണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ളത്. ഈ 9 മാസക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ കാര്യത്തിൽ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂരിലെ ജനപ്രതിനിധിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹകരിച്ചാൽ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങൾ കുറിച്ചാണ് ഏറ്റവും പരിഗണന. അവിടെ മണ്ഡലത്തിൽ പ്രധാന ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് ബൈപ്പാസ് നിർമ്മാണം. അതിൽ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കാലങ്ങളിൽ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താൻ കഴിയുമോ? തീർച്ചയായും അതിനുവേണ്ടി ബൈപ്പാസ്, കാരണം UDF കൊണ്ടുവന്ന പദ്ധതിയാണ് ബൈപ്പാസ്. UDF നീക്കിവെച്ച തുകയാണ്. പിന്നീട് പലപ്പോഴും അത് 9 വർഷക്കാലമായി അതിങ്ങനെ ഒരു മൃതാവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒന്ന് ബൈപ്പാസ്, അതേപോലെ KSRTCയുടെ ഇൻഡസ്ട്രിയൽ ടെർമിനൽ നിങ്ങൾക്കറിയാം. ഇതേപോലെ ഇപ്പം മലപ്പുറം ഇവിടെ ഉപയോഗിച്ച 8-9 വർഷക്കാലം അതും ഇതേ അവസ്ഥയിൽ കിടക്കുക. അവസാനമാണ് ഇപ്പോൾ കുറച്ച് കാശ് കൊടുത്ത് അത് റെഡിയാക്കാൻ ഉള്ള സംവിധാനം ഉണ്ടായി. നിലമ്പൂരിൽ അതേ അവസ്ഥയാണ്. 9 വർഷം 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞു കിടക്കാം, പ്ലാസ്റ്ററിംഗ് വരെ കഴിഞ്ഞു കിടക്കാം. പക്ഷേ അതൊന്ന് പൂർത്തീകരിക്കാൻ 9 വർഷമായിട്ട് യാതൊരു വിഷമവും ഉണ്ടായില്ല. അതുപോലെ തന്നെ നിലമ്പൂർ അനുവദിച്ച ഗവൺമെന്റ് കോളേജ്, നിലമ്പൂരിനോടൊപ്പം അനുവദിച്ച് കിട്ടിയ ഗവൺമെന്റ് കോളേജാണ് അതിലുള്ള ഗവൺമെന്റ് കോളേജ്. നിങ്ങൾക്കറിയാം, അവിടെ പോയാൽ എത്ര സംവിധാനങ്ങൾ, എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, എത്ര കുട്ടികളാണ് പഠിക്കുന്നത്, നല്ലൊരു ക്യാമ്പസ്. ഞാനവിടെ കഴിഞ്ഞ ആർട്സ് ഫെസ്റ്റിവലിന് പോയപ്പോൾ വാസ്തവത്തിൽ എൻ്റെ നെഞ്ഞു കൂട്ടി. ഇതുപോലെ ഒരു സമയത്ത് അനുവദിച്ചതാണല്ലോ നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജ് എന്നത്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ജില്ലാശുപത്രിക്ക് വേണ്ടിയാണ് UDF അനുവദിച്ച 10 കോടി രൂപ. അതിന്റെ പ്രവൃത്തി ഏകദേശം ഒരു 40% തീർന്നതാണ്. ഗവൺമെന്റ് മാറിയതോടുകൂടി അതേ അവസ്ഥയിൽ ആ ടൂറിന് പോയിട്ട് അതൊന്ന് കോരി നികന്നത്, തൂർന്നു പോയത്, അതൊന്ന് കോരി മാറ്റാൻ പോലും ശ്രമിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് കൊടുത്ത് അവർ ചെയ്തു കൃത്യമായി, അതുപോലും ചെയ്തു. ആ സർവജനി ക്രൂരമായി വധിക്കപ്പെട്ട ആ കാട്ടാനാക്രമണത്തിൽ വധിക്കപ്പെട്ട ഉച്ചക്കുളം ആദിവാസികളുടെ ചുറ്റും
ആ ട്രെഞ്ച് പോലും നികന്നു കിടക്കുക, അതൊന്ന് പോയി വൃത്തിയാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ അത് പൂർത്തീകരിക്കാൻ ഈ പ്രത്യേകിച്ചും ഈ വന്യമൃഗശല്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള ജനവാസ കേന്ദ്രങ്ങളെ അതിൽ നിന്നും സുരക്ഷിതമാക്കി നിർത്താൻ ഇടതുപക്ഷ ഗവൺമെന്റ് സഹകരിക്കണം. നിലമ്പൂരിലെ ജനങ്ങളോട് ചെയ്യേണ്ടത് അതിന് ഏതൊരറ്റം വരെ പോവുകയാണെങ്കിലും പോകണം എന്ന അഭിപ്രായമാണ് ഉള്ളത്. അതിന് വലിയ പ്രാധാന്യം തന്നെ കൊടുക്കും. ഇടതുപക്ഷ ഗവൺമെന്റ് ആ കാര്യത്തിൽ സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.